കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. അതാ വെൽക്കം ബാക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വെൽക്കം ബാക്ക്. വെൽക്കം ഐ ആം ബാക്ക്. ലെറ്റ്സ് ഗോ. വണ്ടിക്കകത്ത് ഞാൻ ഒറ്റയ്ക്കല്ല വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ കണ്ടാക്കാൻ ആരൊക്കെ ഉണ്ട് ടിവിയില്? ഇതേ കംബാക്ക് അടിക്കാൻ പിത്തൽജി ആണോ? അല്ല പിത്തൽജി ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. എന്നെ മള്ളിക്ക് സർപ്രൈസ് ഉണ്ട്. പിത്തൽജിയുടെ ബോഡി മള്ളി നമുക്ക് തിരിച്ചു കിട്ടി. എന്റെ അമ്മോ എന്റെ പൊന്നോ ഇത് കിട്ടിയ കഥയൊന്നും ലോങ് സ്റ്റോറി. ഞാൻ വണ്ടി ഒന്ന് മാറും. മള്ളി കിട്ടിയത് തായ്ലൻഡിൽ നിന്നാണ്. അവിടുത്തെ ഒരു മ്യൂസിയം വെച്ചിരിക്കുന്നു മള്ളി. പൂച്ചയുടെ എന്തെങ്കിലും അറിവുണ്ടോ? മള്ളി സംഭവില്ലേ മരിച്ചത് എങ്ങനെയെന്ന് അറിയാവോ? ഈ മ്യൂസിയത്തിൽ പോയപ്പോ അവിടെ വെച്ചിട്ട് പൂച്ചയ്ക്ക് വരും ചെറിയ കടുവയില്ലേ, കടുത്ത കടുവ, അതിനെടുത്ത് തോളിൽ വെച്ചതാ. ഈ സൈഡിലെ കഴുത്ത് കണ്ടോ? ഇല്ല. ഇതിപ്പോ ബോഡി എങ്ങനെ ഇത്ര നാൾ എങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഫ്രഷ് ആയിട്ട്? അതുകൊണ്ടാണ് അവർ മ്യൂസിയത്തിൽ വെച്ചത്. മുള്ളി ഈ നാട്ടിലുണ്ടായപ്പോൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് പുഴുക്കാതെ കഴിഞ്ഞില്ലേ? പുഴുക്കുവോ? ചന്ദ്രൻ വന്നിട്ടുണ്ടോ? ഇല്ല, അവനിപ്പോ അങ്ങനെ വരാറൊന്നും ഇല്ലടാ. അല്ല ഉണ്ടായിരുന്നെങ്കിലേ ശവത്തിന് ജീവിച്ചിരിക്കുന്ന ശവം കൂട്ടായെന്നെ. നിനക്കെന്താണ് അവനോട് ഇത്ര ശത്രുത? അവൻ വരാത്തോണ്ടാണ് പള്ളി. ഞാൻ വരുമെന്ന് പറഞ്ഞപ്പെട്ടോ വരൂല എന്ന് പറയുന്നത്. വെള്ളത്തിടല് മീൻ കുത്തും. വെള്ളത്തിൽ പോകാൻ ചാൻസ് ഇല്ല മള്ളി. എന്റെ അറിയാവോ? വെള്ളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുന്നേ മൊത്തം മീനും ചേർത്ത് പൊങ്ങിയേനെ. അത് ശരിയാ. വെള്ളത്തിലില്ല, കരയിൽ നോക്കാം. ഏകദേശം അതുപോലെ ഒരു മണം. ഞാൻ അധികം സംസാരിക്കുന്നേ അവരുടെ പാടായി. ആ ഒരു സൈഡിൽ അവർ അങ്ങനെയാക്കിരുന്നോട്ടെ. എനിക്ക് മണം പോയി. എന്താണ് ബാബു നിനക്ക്? ഇതൊക്കെ അടുത്തുള്ള ഒരു മോർച്ചറിയിൽ ഏൽപ്പിക്കാം. എയർപോർട്ടിൽ ഇല്ലേ? ഞാൻ എടുത്തോളാം, കുഴപ്പമില്ല. ആരും ഞാൻ പ്രാന്തനുള്ള എന്നെ തുറന്നു വിട്. അകത്താരെ കുത്തി കെട്ടിയിട്ട് ചോക്കളിപ്പിക്കുന്നത്. ഫ്രീ ആണെങ്കിൽ നാളെ ഒരെണ്ണം കൂടെ ചെയ്യാം. ബാബു